കുണ്ടറ EMCC ബോംബേർ കേസ് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ നീക്കമെന്ന കുറ്റപത്രം. ലഹള ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ EMCC ഉടമ ഷിജു വർഗീസ് തന്നെയാണ് കാറിന് നേരെ ബോംബ് എറിഞ്ഞത്. മേഴ്സിക്കുട്ടിയമ്മയെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യമെന്നും കുറ്റപത്രത്തിലുണ്ട്. ഷിബു വർഗീസ് ഉൾപ്പെടെ 4 പേർ ആണ് കേസിൽ പ്രതികൾ ആയിട്ടുള്ളവർ. വിവരങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, മറ്റെന്തെല്ലാമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? അഭിലാഷ്, ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട് പിന്നാലെയാണ് ഈ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ EMCC ഡയറക്ടറായിരുന്ന ഷിജു വർഗീസിന് വൈരാഗ്യമുണ്ടായതും ഷിജു വർഗീസ് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ട്രയിൽ സ്ഥാനാർത്ഥിയായി എത്തിയതും മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി തിരഞ്ഞെടുപ്പ് ദിവസം ഷിജു വർഗീസും കൂട്ടാളികളും നടത്തിയ നാടകമാണ് ഈ ബോംബേർ എന്ന കാര്യം നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കുറ്റപത്രത്തിലും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൊട്ടാരക്കര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 4 പേരാണ് ആകെ കേസിൽ പ്രതിയായുള്ളത്. സോളാർ കേസിൽ പ്രതിയായിരുന്ന സരിതാ നായരുടെ സഹായിയായിരുന്ന വിനു ആണ് ഈ കേസിലെ 1ാം പ്രതി. കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ മറ്റൊരാളും ഈ കേസിൽ 2ഉം 3ഉം പ്രതികളാണ്. 4ാം പ്രതിയായാണ് ഷിജു എം വർഗീസ് വന്നിട്ടുള്ളത്. ഇത് ഒരു നാടകമായിരുന്നു. മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി 4 പേർ സംഘം കൊച്ചിയിലും അതിനുശേഷം കൊട്ടാരക്കരയിലും ഗൂഢാലോചന കുണ്ടറ കേന്ദ്രീകരിച്ചും ഗൂഢാലോചന നടത്തുകയും കൊട്ടിയത്ത് ലോഡ്ജ് മുറിയിൽ ഇവർ ഒത്തുചേരുകയും ചെയ്തു എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തി. ഇക്കാര്യങ്ങളൊക്കെയുമാണ് ഇപ്പോൾ ഈ കുറ്റപത്രത്തിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതി നേടിയെടുക്കുക എന്നതായിരുന്നു ഷിജു വർഗീസിന്റെ നീക്കം. പിന്നീട് ഇത് വലിയ വിവാദമാവുകയും ഇങ്ങനെ ഒരു കരാറില്ല, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്നാക്കം പോവുകയും ചെയ്തു. ഇത് ഷിജു വർഗീസിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കുണ്ടറയിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെയാണ് ഷിജു വർഗീസ് സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബോംബേർ ഉണ്ടായി എന്ന ഒരു പരാതി ഉണ്ടാകുന്നത്. അന്ന് തന്നെ പോലീസ് ഷിജുവിനെ വിളിച്ച് ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷിജു വർഗീസും കൂട്ടാളികളും സ്വന്തം കാറിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞതെന്ന് കണ്ടെത്തിയത്. ഇപ്പോൾ ആ കാര്യമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൊട്ടാരക്കര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് VV വിനോദ് നൽകിയത്.